ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിനായി കോൺഗ്രസ് സമാഹരിച്ച ഫണ്ടിനെ കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു എന്നാരോപിച്ച് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് രാഷ്ട്രീയ എതിരാളികൾ ആസൂത്രിതമായി നടത്തുന്ന നീക്കമാണിതെന്ന് പരാതിയിൽ പറയുന്നു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ചെടുത്ത തുകയുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആരംഭിച്ചത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ എതിരാളികൾ ആസൂത്രിതമായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും എഡിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടുകളും തെറ്റായ കണക്കുകളും ഉപയോഗിച്ച് പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണികളെല്ലാം UDF-നെതിരെ വലിയ പ്രചാരണ ആയുധമാക്കുന്ന ഘട്ടത്തിലാണ് ദീപ്തി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. സമാഹരിച്ച തുകയേക്കാൾ കൂടുതൽ തുക സ്വന്തം ഫണ്ടിൽ നിന്നും ചേർത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടെന്നും സ്ഥലം വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുതാര്യമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഈ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സൈബർ സെല്ലിനുൾപ്പെടെ പരാതി കൈമാറിയിരിക്കുന്നത്. 5,38,00,000 രൂപയാണ് കോൺഗ്രസ് ആകെ സമാഹരിച്ചത്. എന്നാൽ ഇതിനോടകം 6,27,00,000 രൂപ ചെലവഴിച്ചതായും സമാഹരിച്ച തുകയേക്കാൾ അധികം പണം പാർട്ടിയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചതായും കോൺഗ്രസ് അവകാശപ്പെടുന്നു. 2 ഏക്കർ 18 സെന്റ് സ്ഥലം വാങ്ങാനായി 2.5 കോടിയിലധികം രൂപ വിനിയോഗിച്ചതായും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വ്യാജ സ്ക്രീൻഷോട്ടുകൾക്കും പോസ്റ്ററുകൾക്കുമെതിരെയാണ് ദീപ്തി മേരി വർഗീസ് പരാതി നൽകിയത്. കോൺഗ്രസ് വലിയ തുക പിരിച്ചെടുത്ത് മുക്കി എന്ന രീതിയിൽ തെറ്റായ ഗ്രാഫിക്സുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സമാഹരിച്ച ഫണ്ടിൽ സുതാര്യതയില്ലെന്നും ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എവിടെ പോയി എന്ന് വ്യക്തമാക്കണമെന്നും മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാ ഇടപാടുകളും ബാങ്ക് വഴിയാണെന്നും ഓഡിറ്റിംഗ് തയ്യാറാണെന്നും VD സതീശനും സണ്ണി ജോസഫും വ്യക്തമാക്കി. കർണാടക സർക്കാർ നൽകിയ 10 കോടിയുടെ സഹായത്തെക്കുറിച്ചുള്ള തർക്കവും ഇതിനിടെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ ആക്രമണം നടക്കുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും അക്കൗണ്ടുകളും പങ്കുവച്ചുകൊണ്ടാണ് അവർ പരാതി നൽകിയത്. വ്യാജ വാർത്തകൾ നിർമ്മിച്ച് പ്രൊഫൈലുകൾ കണ്ടെത്താനുള്ള നടപടികൾ ഇതിനോടകം പുരോഗമിക്കുന്നുണ്ട്.